നാം ചെയ്യുവാൻ ഭയപ്പെടുന്നതിനെ ചെയ്യുക എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. അതായത് ഇത് യേശുവിൽ നോക്കിയാൽ ചെയ്യാൻ എല്ലാവരും ഭയപ്പെടുന്നതിനെ യേശു ചെയ്തതായിട്ട് കാണുന്നു. എല്ലാ കാര്യത്തിലും. ലാസറിന്റെ കല്ലറക്കൽ, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു, ലാസറെ പുറത്തു വാന്ന് പറഞ്ഞു. ഒരു പരാജയം അവിടെ ഉണ്ടാകുമെന്ന് അല്പം പോലും യേശുവിന് ഭയമില്ല. യായിറോസിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും കുഴലൂത്തുകാരോടൊക്കെ പറഞ്ഞു, എന്തിനാ കരയുന്ന, ബാല മരിച്ചിട്ടില്ല. വാസ്തവത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെയെല്ലാം. അതായത് ഉയർത്തില്ലെങ്കിലോ. എന്നാൽ യേശുവിനറിയാം യേശു ആരാണെന്ന്. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ആ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ പോലെ ധൈര്യപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഭയമാണെങ്കിലും ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ചെയ്തേ മതിയാവും, പിന്മാറാൻ കഴിയില്ല, മുന്നോട്ട് പോയേ മതിയാവും. മുന്നോട്ട് പോകണം. എവിടെ മുന്നോട്ട് പോകാൻ പേടിക്കുന്നുവോ അവിടെ മുന്നോട്ട് പോവുക. എവിടെ തോൽക്കുമെന്ന് പേടിക്കുന്നുവോ അവിടെ തന്നെ ജയിക്കുക. പിന്മാറാൻ നമുക്ക് അനുവാദമില്ല. കാരണം നാം ജയിച്ചവൻ്റെ മക്കളാണ്. ഒറ്റയ്ക്ക് ക്രൂശ് ചുമന്ന് ഒറ്റയ്ക്ക് വിഷയങ്ങളെ നേരിട്ട കർത്താവിൻ്റെ മക്കളാണ്. ആ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ വിഷയങ്ങളെ നേരിട്ടേ മതിയാവും. സങ്കടങ്ങളുണ്ട്, വീട്ടിലൊത്തിരി പ്രശ്നമുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, പേടിക്കുന്ന പല വിഷയങ്ങളുണ്ട്, ജപ്തിയുണ്ട്, കടക്കണിയൊന്നും ഇല്ലെന്നല്ല, 100 വിഷയങ്ങളുണ്ട്. പേടിക്കരുത്, മുന്നോട്ട് പോവുക. ദൈവം ആയുസ് തന്നില്ലേ? ദൈവം അറിയാതെയല്ലല്ലോ. ദൈവം അറിയാതെ ഒരു മുടി കൊഴിയുന്നില്ലല്ലോ. കർത്താവിൽ ധൈര്യപ്പെടുക. ഇന്ന് പലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ കർത്താവിൽ ധൈര്യപ്പെടുക. നമുക്ക് റോമാലേഖനത്തിലേക്ക്, ദൈവവചന പഠനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് വരാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 12-ാം വാക്യം മുതൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കാൻ ദൈവം ഏകനിൽ നിന്ന് ഒരുവനെ ഉളവാക്കി. ആ ഒരുവൻ പാപം ചെയ്തപ്പോൾ അവനിൽ നിന്നുണ്ടായ ഭൂമിയിൽ കുടിയിരുന്ന എല്ലാവരും പാപികളായി. കാരണം 10 ഗുണം 10 ഗുണം എന്ന ചൊല്ലുപോലെ ഒത്തിരിക്കുന്നു. ഭൂമി മുഴുവനും പാപികളെ കൊണ്ട് നിറഞ്ഞു. വെളുത്തവരായാലും കറുത്തവരായാലും, പരന്ന മൂക്കാണെങ്കിലും നീണ്ട മൂക്കാണെങ്കിലും എല്ലാം പാപികളാണ്. കൊടിവെച്ച കാറിലും കൊടിവെക്കാത്ത കാറിലും, പാവപ്പെട്ടവനും പണക്കാരനും മന്ത്രിയും രാജാവും എല്ലാം പാപികളാണ്. വിദ്യാസമ്പന്നനും പാപിയാണ്, വിദ്യാവിഹീനനും പാപിയാണ്, സകലരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സകലർക്കും കടക്കാരാണ്. കാരണം സകലർക്കും ഒരു വിടുതലിൻ്റെ വാർത്ത കൊടുക്കാൻ എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇതിനൊരു പരിഹാരമുണ്ട്. അതുകൊണ്ട് ഞാൻ സകലർക്കും കടക്കാരനാണ്. ഇത് ഏത് മനുഷ്യനെ വിടുവിക്കും? ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അടുത്തത്, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഞാൻ വായിച്ചു വിടാം. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായി യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ നിമിത്തം അനേകർ മരിച്ചു, പാപികളായി തീർന്നു. ശപിക്കപ്പെട്ടെങ്കിൽ
ഇതാ കൃപാവരം, യേശുക്രിസ്തു മുഖാന്തരമുള്ള കൃപാവരം. 16-ാം വാക്യം, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലം ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതിക്ക് കാരണമായി. കൃപാവരം. ആദാം നിമിത്തം കൃപാവരങ്ങളൊന്നും വന്നില്ല. ആദാം നിമിത്തം പാപവും ശാപവും രോഗവും മരണവും വന്നു. എന്നാൽ കൃപാവരം, കൃപാവരം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല. കൃപാവരം എന്ന് പറഞ്ഞത് ഉപവസിച്ച് കിട്ടുന്നതല്ല, അധ്വാനിച്ച് കിട്ടുന്നതല്ല. അർഹതയില്ലാത്തിടത്ത് ഏകൻ നിമിത്തം ലഭിച്ചത് പാപമോചനം, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, മരണത്തിൽ നിന്നുള്ള വിമോചനം, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. 17-ാം വാക്യം, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ മരണം വാണു. ഒരുവൻ നിമിത്തം മരണം വാഴ്ച നടത്തി. രാജാവായിട്ട് മരണം വാഴുകയായിരുന്നു, എന്നാൽ മരണത്തെ സ്വന്തം മരണം കൊണ്ട് ഒരുവൻ തോൽപ്പിച്ചു കളഞ്ഞു. അതാണ് അടുത്ത കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണത്തിൽ വാണിരുന്നവർ യേശുക്രിസ്തു മുഖാന്തരം ജീവനിൽ വാഴും. അതാണ് ആ 17-ാം വാക്യം പറയുന്നത്. മരണം വാണു, അതായത് മദ്യപാനം വിട്ടുമാറുന്നില്ല, രോഗം വിട്ടുമാറുന്നില്ല, മയക്കുമരുന്ന് അടിമത്തം വിട്ടുമാറുന്നില്ല, വ്യഭിചാര സ്വഭാവം വിട്ടുമാറുന്നില്ല, പാപ സ്വഭാവങ്ങൾ, അഡിക്ഷൻ വിട്ടുമാറുന്നില്ല. ഇത് വാഴുകയാണ്. എന്നാൽ ഏകനായ മറ്റൊരുവൻ നിമിത്തം, അവൻ്റെ കൃപാദാനം നിമിത്തം നാം ജീവനിൽ വാഴും. മദ്യപാനം തൊടില്ല, വ്യഭിചാരം തൊടില്ല, പാപസ്വഭാവം തൊടില്ല, അഴുക്ക് സ്വഭാവം തൊടില്ല, അഴുക്ക് ചിന്ത തൊടില്ല. വാഴും. അതിനെയെല്ലാം നമ്മൾ വാഴും. അത് നമ്മിൽ വാഴില്ല. പാപം നമ്മിൽ വാഴില്ല, അഴുക്ക് സ്വഭാവം വാഴില്ല, മരണം വാഴില്ല, ജീവൻ വാഴും. ചോദ്യം, ഇത് കേൾക്കുന്നവർ മരണത്തിലാണോ വാഴുന്നത്? എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, എനിക്ക് അതില്ലാതെ പറ്റില്ല, എനിക്ക് അവനില്ലാതെ പറ്റില്ല, എനിക്ക് അവളില്ലാതെ പറ്റില്ല. നിങ്ങൾ പാപത്തിൽ വാഴുകയാണ്. എനിക്ക് അതില്ലാതെ, എനിക്ക് ആ മദ്യമില്ലാതെ പറ്റില്ല, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പറഞ്ഞു, എനിക്ക് മൊബൈൽ മേടിച്ചില്ലെങ്കിൽ തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എനിക്ക് അതില്ലാണ്ട് പറ്റില്ല. ഒരമ്മ ഒരിക്കൽ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചു, കുഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തു. വേറൊരു കുട്ടി വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇപ്പം വേണ്ട, നമുക്ക് പിന്നെ മേടിക്കാം, നിന്റെ പരീക്ഷയെ കഴിയട്ടെ. ഉടനെ പോയി കഥ കടച്ച് ആത്മഹത്യ ചെയ്തു. ഒരു ദൈവദാസന്റെ മോള് ചെയ്ത കാര്യമാണ്. ഒന്ന് ആലോചിച്ചു. അതില്ലാതെ പറ്റുന്നില്ല. പട്ടിക്കുഞ്ഞ്, പൂച്ച, എല്ലാറ്റിലും ഒരു അഡിക്ഷൻ. മദ്യത്തിലും മയക്കുമരുന്നിലും മാത്രമല്ല, എന്തിലെങ്കിലുമൊക്കെ ഒരു അഡിക്ഷൻ ഇല്ലാത്ത ആരും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ ഇതിനെയെല്ലാം വാഴാൻ കഴിയുമെന്ന്, അതായത് വാഴുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിൽക്കും, ബാക്കി എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യും. വാഴുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക. നമുക്ക് വാഴാൻ കഴിയും. ഇപ്പോൾ ചന്ദ്രനെ വാഴാനുള്ളൊരു പരിപാടിയിലാണ് മനുഷ്യർ. ഇതുവരെ ചന്ദ്രനെ വാഴാൻ പറ്റിയിട്ടില്ല, അവിടെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ഇതിനു മുമ്പ് ചന്ദ്രനിൽ പോയി എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാലുകുത്തി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. 50 കൊല്ലം മുമ്പ് ചന്ദ്രനെ വാഴാനുള്ളൊരു പരിപാടിയാണ്. അതായത് ചന്ദ്രനിൽ
ചന്ദ്രനെ മനുഷ്യൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക. ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം, ഒത്തിരി വില കൊടുക്കണം. അപ്പോൾ ദൈവപുത്രൻ പാപത്തെ വാഴാൻ, ലോകത്തെ വാഴാൻ നമ്മുടെ മേൽ കൃപ തന്നിട്ടുണ്ട്. കൃപാദാനം, ജീവൻ, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് എല്ലാറ്റിനെയും വാണില്ലേ, അതേ ജീവൻ നമ്മിലേക്ക് വരികയാണ്. യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ ദൈവ പൈതലും അറിയണം, ആ ജീവൻ നമ്മിലേക്ക് വരികയാണ്. ആ കൃപ കൊണ്ട് നമ്മൾ മൂടുകയാണ്. നമുക്ക് എന്തിനേയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇല്ല, ഞാനത് ചെയ്യില്ല, ഇല്ല ഞാനത് തൊടില്ല, ഇല്ല ഞാനത് നോക്കില്ല, ഇല്ല ഞാനത് ചിന്തിക്കില്ല. എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എനിക്ക് വാഴാൻ കഴിയും, എനിക്ക് എല്ലാ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയും. ഇന്നത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പറയണം, എനിക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ കഴിയും, എനിക്ക് തെറ്റായ ജീവിതം വേണ്ട, എനിക്കതില്ലാതെ ജീവിക്കാൻ കഴിയും, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ പറയും മധുരം ഉപയോഗിക്കരുത്. ഇല്ല, എനിക്ക് മധുരം വേണം, ഞാൻ അഡിക്ഷനാണ്, എനിക്ക് മധുരമില്ലാതെ പറ്റില്ല, എനിക്ക് ജിലേബി വേണം, എനിക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിച്ചേ മതിയാവും. പറയണം, ഇല്ല എനിക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റും, അതൊരു വിഷമാണ്. പഞ്ചസാര വെളുത്ത വിഷമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ പറയണം, അതൊരു വെളുത്ത വിഷമാണ്, വെളുത്ത രൂപത്തിൽ വരുന്ന മാരക വിഷം. അതെനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും, എനിക്ക് ഷുഗർ ഉണ്ടാക്കും, എനിക്ക് അനർത്ഥമുണ്ടാക്കും, എനിക്കത് വേണ്ട. രോഗങ്ങളെ വിളിച്ചു വരുത്തില്ല ഞാൻ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഞാൻ വ്യായാമം ചെയ്യും, ദിവസവും നടക്കാൻ പോകും, അല്ലെങ്കിൽ ജിമ്മിൽ പോകും, ഞാൻ എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഞാൻ വാഴും. മറ്റുള്ളവർ മടിക്കുന്നതെല്ലാം ഞാൻ ചെയ്യും, എനിക്ക് പറ്റും, ഞാൻ ഉയരും, ഞാൻ വാഴും. എൻ്റെ കുടുംബത്തെ ഞാൻ ഉയർത്തിയെടുക്കും. എൻ്റെ സമയം ഞാൻ കൺട്രോൾ ചെയ്യും. സമയം എന്നെ കൺട്രോൾ ചെയ്യില്ല, ഞാൻ സമയത്തെ കൺട്രോൾ ചെയ്യും. ഓരോ മിനിറ്റിനും ഞാൻ വില കൽപ്പിക്കും. അതെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തും, ഞാൻ വാഴും. ഇത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ധൈര്യപ്പെടുക. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് എല്ലാറ്റിൻ്റെയും റിമോട്ട് കർത്താവ് തന്നിരിക്കുകയാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോഴൊക്കെ ഫാൻ വരെ റിമോട്ടിലാണ്. പണ്ട് റെഗുലേറ്റർ പോയി തിരിക്കണം, കട്ടിലയിൽ മലന്ന് കടന്നേച്ച് ഒന്ന് അമുക്കിയാൽ മതി, വെറുതെ ഒന്ന് അമർത്തിയാൽ മതി. AC പോലെ തന്നെ എല്ലാറ്റിൻ്റെയും കൺട്രോള്. പാപത്തെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് മനുഷ്യനുണ്ടാക്കിയിട്ടില്ല, ചൈനക്കാരുടെ കയ്യിലില്ല. എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ കയ്യിലുണ്ട്. നമ്മളാ തീരുമാനിക്കുന്നത്. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ്. നമ്മളാ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. വിജയം വേണോ പരാജയം വേണോ നമ്മുടെ കയ്യിലാണ്. ദൈവം എല്ലാം അതിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്നേ. വിജയിക്കാൻ കഴിയും, ഉയരാൻ കഴിയും, നല്ല ശുശ്രൂഷ ചെയ്യാൻ കഴിയും, നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കർത്താവിൽ ബലപ്പെടാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തരായി തീരാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ദിവസം എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ആത്മബലത്തിലേക്ക്, കൃപാ നിറവിലേക്ക് ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും തീരട്ടെ. എന്തിൽ തോറ്റുവോ അതിനെ ജയിക്കട്ടെ. ഒരുവൻ എന്തിൽ തോൽക്കുന്നുവോ അതിന് അടിമയാണല്ലോ. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ആ അടിമത്തത്തിൽ നിന്ന് വ്യക്തി പുറത്തു വരട്ടെ, ജയിക്കട്ടെ. പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് എന്ന് കൈനോട് പറഞ്ഞ കർത്താവേ, ഞങ്ങളോടും ഈ പാപം ആകർഷണമായി അടുത്തുണ്ട്. എന്നാൽ അതിനെ ജയിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആശ്രയിക്കും. ഇന്നത്തെ ദിവസം മുതൽ അത് കർത്താവ് ചെയ്യണം, യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റിമോട്ട് ഉപയോഗിക്കുക, പാപത്തെ വാഴുക, അഡിക്ഷനെ വാഴുക, കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാം.
നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം യേശു കർത്താവ് വെച്ചിട്ടുണ്ട്. ആ സഭായോഗം രാവിലെ 8 മണിക്കാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. Blessed be the